ജഡ്ക എന്റെ വലിയേട്ടാ ഇതെന്തായി ചെയ്യുന്നത്? കണ്ണ് കണ്ടൂടെ ഞാനിവിടെ വെള്ളം ഒഴിക്കുമല്ലേ. ആരെ കാണാൻ വന്നതാ? നിങ്ങളെ കാണാൻ വന്നതാ, അല്ലാതെ പിന്നെ വേറെ ആരെ കാണാനാ വരിക? എന്നെയോ? എന്തിനു? ഞാനേ 20 മിനിറ്റ് മുമ്പ് ഉണ്ടായിട്ടേ ഉള്ളൂ. അവന് 20 മിനിറ്റ് മുമ്പ് ഉണ്ടായവരാ. നിങ്ങൾ അകത്തേക്ക് ചെല്ല്, ഡോക്ടർ ജഡ്ക അകത്തുണ്ട്. വരൂ മോട്ടു, എന്റെ ബ്രോ, എന്റെ ചങ്ക, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഡോക്ടർ ജഡ്ക, ഇവിടെ എന്തൊക്കെ മായാജാലങ്ങളാ നടക്കുന്നേ? ഇതൊക്കെ എന്റെ ക്ലോണുകളാ പത്ലു. ഇന്നത്തെ കാലത്ത് ആർക്കാ വീട്ടുജോലിയൊക്കെ ചെയ്യാൻ സമയമുള്ളത്? അതുകൊണ്ടാ ഞാൻ എന്റെ ക്ലോണുകളെ ഉണ്ടാക്കിയത്. ജോലി മുഴുവൻ അവര് ചെയ്തോളൂല്ലോ. ഡോക്ടർ ജഡ്ക, എന്റെ വലിയേട്ട, എന്റെ ചങ്ക എന്നെ ഒന്ന് സഹായിക്കേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടൊന്ന് റിപ്പയർ ചെയ്യണം. അതുകൊണ്ട് ഞങ്ങളുടെ ഇതുപോലത്തെ ക്ലോൺ ഉണ്ടാക്കി തരുവോ? പ്ലീസ് പ്ലീസ് പ്ലീസ്. ഓക്കെ ഓക്കെ, ഡോണ്ട് വറി മോട്ടു. നീ ആ ടേബിളിൽ കയറി കിടക്ക്. മോട്ടു, ഒരു പ്രാവശ്യം കൂടി നന്നായി ആലോചിക്കേ. ഡോക്ടർ ജഡ്ക ഉണ്ടാക്കിയതൊന്നും ഇതുവരെ നേരവണ്ണം പോലെ പ്രവർത്തിച്ചിട്ടില്ല. ഡോക്ടർ ജഡ്ക, നിങ്ങൾ ഒന്നും കൂടി ആലോചിച്ചിട്ട് മതി. ഒരു മോട്ടു തന്നെ നമുക്ക് വലിയ തലവേദനയാണ്. അപ്പൊ പിന്നെ 3-4 മോട്ടുകൾ ഉണ്ടാക്കിയാൽ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെയല്ല കസീട്ടാറാമേ, മോട്ടുവിന്റെ ചങ്ക് അവനെ സഹായിക്കേണ്ടത് എന്റെ കടമയാ. ഇത് കൊണ്ടുപോയിക്കോ മോട്ടു. വലിയേട്ടാ, ഞാൻ ഫ്രെയിം ചെയ്ത് വെക്കാൻ വേണ്ടി എന്റെ ഫോട്ടോ അല്ലല്ലോ ചോദിച്ചത്, ക്ലോൺ അല്ലേ ചോദിച്ചത്. മോട്ടു എന്റെ ചങ്ക്, എന്റെ ബ്രോ, വീട്ടിൽ ചെന്ന് ഇതില് വെള്ളത്തിന്റെ 2-3 തുള്ളി ഒഴിച്ചാ മതി. പിന്നീട് ഇത് ക്ലോണുകളായി മാറും. താങ്ക് യു എന്റെ വലിയേട്ടാ, താങ്ക് യു വെരി മച്ച്. നിന്റെ സ്വപ്നം കാണലൊക്കെ കഴിഞ്ഞെങ്കിൽ നമുക്ക് വീട്ടിൽ പോകാം. നിനക്കെങ്ങനെ അറിയാം ഞാൻ സ്വപ്നം കണ്ടോണ്ടിരിക്കുവായിരുന്നു? ഞാൻ നിന്നോടൊപ്പം കൂട്ടുകൂടിയിട്ട് എനിക്ക് 20 വർഷത്തെ അനുഭവം ഉണ്ട്. എന്റെ പത്തിലോ വേഗം കടലാസ് പിടിക്കേ. അല്ല, എന്റെ മാത്രം ക്ലോൺ അല്ലേ ഉണ്ടാക്കിയത്? പിന്നെ ഇത് എവിടുന്നാ ഇപ്പോ ഈ പത്ലുവിന്റെ ക്ലോൺ വന്നത്? പത്ലു, നീ എവിടെയാ? കണ്ടില്ലേ, ആരോ നിന്റെ പിക്ചർ റോഡിൽ വരച്ചു വെച്ചിരിക്കുന്നു. ഇത് പെയിന്റ് അല്ല, ഞാനാണ്. നീ ഇതെന്തിനാ പത്ലു റോഡിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടന്ന്? നിന്റെ പേപ്പറിനെ രക്ഷിക്കാൻ പോയി ഞാനിപ്പ പേപ്പർ പോലെ ആയില്ലേ. വാ, പേപ്പർ തപ്പി നോക്കാം. നിങ്ങളുടെ പുറകിൽ ഒരു പേപ്പർ ഒട്ടിക്കിടപ്പുണ്ട്, അത് ഞങ്ങൾക്ക് വേണം. വേഗം പിടിക്ക്. ഹലോ കുട്ടാ, ചക്കരേ, മുത്തേ, പാലേ, ഇതിലേതെങ്കിലും ഒന്ന് ആവണ എന്റെ പൊന്നെ. പ്ലീസ് ആ കടലാസിക്ക് താടാ, പ്ലീസ്. അത് വിടുമോനെ. ക്ലോൺ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഇത്രയും പ്രശ്നങ്ങളാ. ഇനിയിപ്പോ ക്ലോൺ ഉണ്ടാക്കിയതിന് ശേഷം എന്താണ് അപ്പൊ അവസ്ഥ? നീ എന്തായി കാണിക്കുന്നേ? അതിൽ കുറച്ച് വെള്ളം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ എന്നല്ലേ ഡോക്ടർ ജഡ്ക പറഞ്ഞത്? യോ, നിനക്കിത് ആദ്യം പറഞ്ഞൂടായിരുന്നോ? പൊളിച്ചേ.
ദുഃഖഭാരങ്ങൾ അങ്ങനെ പോയല്ലോ പത്തലു. ഇനി സുഖമല്ലയോ പത്തലു? ഇത് പൊളിച്ചടാ. ഹേയ് ബല്ലേ ബല്ലേ, ഹേയ് ബല്ലേ ബല്ലേ. ഇങ്ങനെ നിന്ന് നൃത്തം ചവിട്ടാതെ വല്ല ജോലിയും ചെയ്തുകൂടെ? ടൈം ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. വേഗം ചെന്ന് ചായ ഉണ്ടാക്കി അതിന്റെ കൂടെ കുറെ സമൂസയും എടുത്തോണ്ട് വാ. എന്നിട്ട് ജോലി തുടങ്ങാം. ഇപ്പൊ കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഡോക്ടർ ജഡ്ക ഉണ്ടാക്കുന്നതൊന്നും പ്രവർത്തിക്കില്ലാന്ന്. ഇപ്പൊ നിന്നോട് തന്നെ ആജ്ഞാപിക്കാൻ തുടങ്ങി. അയ്യേ, ഇതെന്തായി പറയുന്നേ? ജോലികളൊക്കെ നിങ്ങൾ ചെയ്യും, ഞങ്ങൾ ഇരുന്ന് വിശ്രമിക്കും. ആദ്യം ഞങ്ങൾ ഒരു ട്രക്കിന്റെ അടിയിൽ കൊണ്ടുപോയിട്ടു, പിന്നെ ഞങ്ങളെ ഒരു പെണ്ണിനെ കൊണ്ട് തൊഴിപ്പിച്ചു. മാത്രമല്ല ഒരു പട്ടിയെ കൊണ്ട് കടിപ്പിക്കുകയും ചെയ്തു. ഇത്രയൊക്കെ കാണിച്ചിട്ട് ഞങ്ങൾ നിനക്ക് ജോലി ചെയ്തു തരണോ? ഇനി ജോലി മുഴുവനും നിങ്ങൾ രണ്ടുപേരും ചെയ്യും, ഞങ്ങൾ 3 പേരും വിശ്രമിക്കും. ഞങ്ങൾ ആർക്കു വേണ്ടി ജോലി ചെയ്യില്ല. ഇന്നത്തെ ജോലികളൊക്കെ തീർന്നു. പോയിട്ട് നാളെ വന്നാ മതി. വന്നില്ലെങ്കിൽ ഇടിച്ച് എല്ലടിക്കും. ഫുർഫുറി നഗറിലുള്ള മുഴുവൻ പേരും നമ്മുടെ കൂട്ടുകാരാ. നോക്കിക്കോ, ഇതിന് ഞങ്ങൾ പകരം വീട്ടാതിരിക്കില്ല. ഒരു മിനിറ്റ്, ഐഡിയ. സമൂസ സമൂസ. ചേട്ടാ, പെട്ടെന്ന് നല്ല ചൂടുള്ള സമൂസകൾ നോക്കട്ടെ. ആദ്യം തരാനുള്ള പറ്റ് തന്നു തീർക്ക്, എന്നിട്ട് ആലോചിക്കാം സമോസ. ഇന്നെല്ലാ കണക്കുകളും തീർക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് ഞാൻ എന്റെ വയറൊന്ന് നിറച്ചോട്ടെ, അത് കഴിഞ്ഞ് തരാം. എല്ലാ പറ്റും തീർത്തു തരാമെന്നോ? എങ്കിൽ തിന്നോ, എന്റെ വയറ് നിറച്ചു തിന്നോ. പായൻ അതും തിന്ന് തീർത്തോ? എത്ര കാലമായിട്ട് വിശന്നിരിക്കുവാടേ? ഇനി പറ, കണക്ക് എത്രയായി? ചായക്കട ചേട്ടാ, വേഗം കഴിക്കാൻ എന്തെങ്കിലും എടുക്ക്. വല്ലാത്ത വിശപ്പ്. കടയിലുണ്ടായിരുന്നത് മുഴുവൻ തിന്ന് തീർത്തില്ലേ? ഇനി എന്താ ടേബിളും ചെയറും തിന്നുമോ? ഇതെന്താ വയറാണോ അതോ കിണറോ? വേഗം 1000 രൂപ ഇങ്ങോട്ട് എടുത്തോ. അല്ല, ഞാനൊന്നും കഴിച്ചിട്ടില്ല. കഴിഞ്ഞ അരമണിക്കൂറായിരുന്നിട്ട് കഴിക്കല്ലായിരുന്നോടെ. കളിക്കാതെ 1000 രൂപ ഇങ്ങോട്ട് എടുക്ക്. ഓ, ഇപ്പൊ മനസ്സിലായി. എന്റെ ചേട്ടാ, അത് മോട്ടുവിന്റെ അപരന്മാരാണ്. അവരാണ് ഇപ്പൊ ഇവിടെ വന്ന് കഴിച്ചിട്ട് പോയത്. അവര് 3 പേരുണ്ടായിരുന്നില്ലേ? എന്നെ കളിപ്പിക്കാൻ നോക്കണ്ട. മര്യാദക്ക് എന്റെ പൈസ തന്നേച്ചുമ്പോ, അല്ലെങ്കിൽ ഇന്ന് ഞാൻ ശരിയാക്കും രണ്ടിനെ. സുഹൃത്തെ, ഡോക്ടർ ജഡ്കയെ വിളിക്ക് വേഗം. മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, ഞാൻ തന്നെയാ ഡോക്ടർ ജഡ്ക. നിങ്ങൾ എന്തിനാ ഇപ്പൊ ജോലി ചെയ്യുന്നേ? നിന്റെ ക്ലോണുകൾ എന്റെ ക്ലോണുകളെ കൂടി വഴിതെറ്റിച്ചു. അങ്ങോട്ട് നോക്ക്, അവരവിടെ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുക. പിന്നെ എന്നെ കൊണ്ട് എല്ലാ ജോലിയും ചെയ്യിപ്പിക്കും. മോട്ടു, എന്തെങ്കിലും ഒന്ന് വേഗം ചെയ്യേ. ഇവിടെ എല്ലാം തലതിരിഞ്ഞാ നടക്കുന്നത്. എന്താ ചെയ്യാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ പറ. ഐഡിയ. എന്റെ ഡോക്ടർ ജഡ്ക, നിങ്ങളല്ലേ ഇവന്മാരെ ഉണ്ടാക്കിയത്. അപ്പൊ ഇവന്മാരെ ഇല്ലാതാക്കാനുള്ള വഴിയും നിങ്ങളുടെ അടുത്ത് തന്നെ കാണില്ലേ? അതിന്റെ ദേഹത്ത് വെള്ളം കോരി ഒഴിച്ചാൽ അത് പേപ്പറിനെ പോലെ അലിഞ്ഞില്ലാതായിക്കൊള്ളും. എന്നാ അതുങ്ങളും മേത്ത് വെള്ളം ഒഴിച്ചിട്ട് വരാം. അവന്മാര് വീട്ടിലുള്ള ഓരോ തുള്ളി വെള്ളവും തീർത്തു കഴിഞ്ഞു. ഞാൻ ഇപ്പൊ പോയി വെള്ളം കൊണ്ടുവരാം.
ഇപ്പൊ ആയിരക്കണക്കിന് ക്ലോൺസ് ഉണ്ടാവാൻ പോവാ. രക്ഷപ്പെട്ടോ. എന്റെ മോട്ടോ, നീ എന്തായി ചെയ്തത്? ഒരു മീനിനെ പോലും ഇതുവരെ പിടിച്ചിട്ടില്ല. പക്ഷെ കൊണ്ടുവന്ന സമൂസയൊക്കെ തീർന്നു. നീ ഒരു കാര്യം ചെയ്, ഇവിടെ ഇരുന്നോണ്ട് മീൻ പിടിക്ക്, ഞാൻ ചെന്ന് സമൂസ വാങ്ങിച്ചോണ്ട് വരാം. നീ ഒന്നും മിണ്ടാതിരിക്കവിടെ. ക്ഷമയോടെ ഇരിക്കുകയാണെങ്കിൽ പുലിയെ കൂടെ പിടിക്കാം. അതിന് നമ്മള് പുലിയെ പിടിക്കാനല്ലല്ലോ ഇങ്ങോട്ട് വന്നത്, മീൻ പിടിക്കാനല്ലേ. അതിന് വല്ല ഉപായം ഉണ്ടേ പറ. നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന തോന്നുന്നേ. അത് നോക്ക്, ചൂണ്ടയിൽ എന്തോ കുടുങ്ങിയെന്നാ തോന്നുന്നേ. എനിക്ക് തോന്നുന്നത് ഇതെന്തോ നിധിയാണെന്നാ. എന്തായാലും ഇത് വില കൂടിയ ബോക്സുകളാണെന്നാ തോന്നുന്നേ. വേഗം വാ, നമുക്ക് ഡോക്ടർ ജഡ്കയുടെ ലാബിലേക്ക് പോയി ഇത് തുറന്ന് നോക്കാം. നിങ്ങളെല്ലാവരും ഒന്ന് അടങ്ങിയിരിക്കണം. നമ്മള് കോടീശ്വരന്മാരാവാൻ പോവാ. ഇത് ഈജിപ്തിലെ മമ്മിയല്ലേ? പിന്നെ അതിന്റെ കയ്യിലിരിക്കുന്നത് മമ്മി ഡോഗാണ്. മമ്മി ഡോഗിന് ഇത് ആദ്യമായിട്ടാ കാണുന്നേ. കരയല്ലേ മോട്ടോ, കരയല്ലേ. അത് മുകളിലേക്ക് പോയിട്ട് 1000 വർഷമെങ്കിലും ആയി കാണും. ഇപ്പൊ കരഞ്ഞിട്ട് എന്താ കാര്യം? നീ എന്തിനാ ഇത്രയും ഇമോഷണൽ ആവുന്നേ? ഞാൻ കരയുന്നത് അതിനൊന്നും അല്ല പത്തലു, ഇതില് നിധിയില്ലെന്ന് ഓർത്തിട്ടാ. നമ്മുടെ സ്വപ്നമൊക്കെ തവിട് പൊടിയായില്ലേ. ഈ മമ്മീനെ വെച്ചോണ്ട് നമ്മൾ എന്ത് ചെയ്യാനോ? നമ്മള് ടിക്കറ്റ് വിറ്റ് എല്ലാവർക്കും ഈ മമ്മീനെ ഷോന് വെക്കും, എന്നിട്ട് ലക്ഷങ്ങള് സമ്പാദിക്കാം. പൊളിച്ചേ, ഇത് നല്ല ഐഡിയ ആണല്ലോ. മോട്ടു, നീ ഇതിന് കാവലിരിക്ക്. ഞങ്ങൾക്ക് ഒരുപാട് പണിയുണ്ട്. ഫുർഫുറി നഗരത്തിന് മുഴുവനും പോസ്റ്റർ ഒട്ടിക്കാനുള്ളതാ. ഈ മമ്മീനെ ഞാനാ പിടിച്ചത്, കണ്ടില്ലേ? അതിന്റെ കയ്യിലെ ബ്രേസ്ലെറ്റ് എത്ര മനോഹരമാണെന്ന്. അത് ഞാൻ എടുത്തോട്ടെ? അതെടുക്കാനുള്ള ശ്രമം നടത്തണ്ട. 1000കണക്കിന് വർഷം പഴക്കമുള്ളതാ. തൊട്ടാ പൊടിഞ്ഞു പോകും. ഞാൻ മമ്മിയോട് ചോദിച്ചോളാം. മമ്മി തീർച്ചയായിട്ടും എനിക്ക് ആ ബ്രേസ്ലെറ്റ് തരും. മമ്മിമാരൊക്കെ എപ്പോഴും കുട്ടികളുടെ ആഗ്രഹം സാധിക്കാതിരുന്നിട്ടില്ല. എന്നാ ശരി, നീ പോയി ചോദിച്ചു നോക്ക്. മമ്മി അത് തരികയാണെങ്കിൽ അത് നിന്റെയാണ്, അല്ലെങ്കിൽ അത് മറന്നേക്ക്. മമ്മി, എനിക്ക് ആ ബ്രേസ്ലെറ്റ് തരൂന്നേ. മമ്മി പ്ലീസ് പ്ലീസ്, മമ്മി പ്ലീസ്, ആ ബ്രേസ്ലെറ്റ് എനിക്ക് താ. എനിക്കത് വേണം 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 മമ്മി. ലോകത്തിലുള്ള എല്ലാ മമ്മിമാരും മക്കളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കും. നിങ്ങളെ മാത്രം എന്ത് മമ്മിയാ? നോക്കോ, ഞാൻ നിങ്ങളോട് മിണ്ടൂല. രാത്രി ഞാൻ ഭക്ഷണം കഴിക്കില്ല. ഇത് സംഭവിച്ചുകൂടാ, ഇത് സംഭവിച്ചുകൂടാ. ദൈവമേ, കൈതൊഴാം കേൾക്കുമാറാകണം. പാപമെന്നെ നീ കാക്കുമാറാകണം. ഞാൻ സ്വപ്നം കാണുവാണോ? അതെ, ഞാൻ സ്വപ്നം കാണുവാണ്. അല്ല, ഞാൻ സ്വപ്നം കാണുവല്ല, ഞാൻ ഉണർന്നിരിക്കുവാ. വേണ്ട പത്തലു. ദൈവമേ, കൈതൊഴാം കേൾക്കുമാറാകണം. മമ്മിയിൽ നിന്ന് എന്നെ കാക്കുമാറാകണം. ദൈവമേ, കൈതൊഴാം കേൾക്കുമാറാകണം. മമ്മിയിൽ നിന്ന് നീ കട്ടിലടിയിൽ നീ എന്തെടുക്കുവാ? മമ്മിയുടെ അടുത്ത് ആരാ ഉള്ളത്? മമ്മീന്റെ അടുത്ത് ആരുമില്ല, അത് ഉണർന്നിരിക്കുകയാണ്. മാത്രമല്ല അതെന്റെ പുറകിൽ തന്നെ വരുന്നുണ്ട്. അതെങ്ങനെ സംഭവിക്കാനാ? മമ്മീന്റെ കാര്യം വിട്, അതിന്റെ കയ്യിലുള്ള പട്ടി വരെ ഉണർന്നിരിക്കുകയാണ്.
വളഞ്ഞിരിക്കുന്നു. കേട്ടോ കേട്ടോ, ആ കേൾക്കുന്നത് മമ്മി ഡോഗിയുടെ ശബ്ദമാണ് പത്തലു. തുറക്കരുത്, തുറക്കരുത്, ഒരിക്കലും തുറക്കരുത്. മുമ്പില് മമ്മിയും പുറകിലും മമ്മി ഡോഗിയാണ്. നമ്മള് 4 വശത്ത് നിന്നും വളഞ്ഞിരിക്കുകയാണ്. നീ ഇവിടെ പേടിച്ചിരുന്നോ? ഞാൻ പോയി നോക്കിട്ട് വരാം ആരാന്ന്. നീ കാരണപ്പം ഞാനും മമ്മിയെ കണ്ടു. മോട്ടു മോട്ടു, പുറത്ത് മമ്മി നിൽക്കുന്നുണ്ട്. അതും ഒറിജിനൽ മമ്മി. മോട്ടു ഓടിക്കോ. മോട്ടു എന്തെങ്കിലും ഒന്ന് ചെയ്യേ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞുകൊണ്ട് നിനക്ക്. നീ തന്നെ ആലോചിക്കൂ. ഐഡിയ, വാ ആ ജനലിൽ കൂടെ ഓടിക്കോ. നമ്മൾ എന്തോടിയിട്ട് കാര്യമില്ല പത്തലു. അത് നമ്മുടെ പുറകിൽ തന്നെയുണ്ട്. നമ്മൾ ശരിക്കും വലഞ്ഞു. വരൂ, നമുക്ക് സറണ്ടർ ആവാം. ഒരു ഐഡിയയും കൂടി ഉണ്ട്. നമ്മൾ 1 മാസം മുമ്പ് ആ വേലക്കാരിയുടെ വേഷം കെട്ടി കടം വാങ്ങിയവരെല്ലാം പറ്റിച്ചില്ലേ? ഓർമ്മയുണ്ടോ? നല്ല ഐഡിയ ആണ്. എന്നാ അത് തന്നെ ചെയ്യാം. ഹലോ, മോട്ടോനെ കാണാൻ വന്നതാണോ? ഞാൻ ഇവിടത്തെ വേലക്കാരിയാണ്. 2 മാസമായിട്ട് എനിക്ക് സാലറി ഒന്നും കിട്ടിയിട്ടില്ല. അവനെ പിടിച്ചിട്ട് എന്റെ സാലറി കൂടെ ഒന്ന് മേടിച്ചു തരാമോ പ്ലീസ്? വേഗം പോ. അവൻ പുറകിലെ ജനൽ വഴി രക്ഷപ്പെടാൻ ശ്രമിക്കുക. ഐഡിയ അങ്ങോട്ട് ഏറ്റില്ല. എന്നാ വിട്ടോ. ഓ, എന്നെ നോക്കി എന്തിനാ ഇങ്ങനെ കുറയ്ക്കുന്നത്? മനസാക്ഷി ഉണ്ടെങ്കിൽ എന്റെ പുറകിൽ വരുന്നില്ലേ? അവരെ നോക്കി കുറയ്ക്ക്. ഓടിക്കോ. എന്താ പറ്റിയേ? എല്ലാ ധൈര്യവും ചോർന്നു പോയോ? മോട്ടുപത്ലു, നിങ്ങളിത് എവിടെയായിരുന്നു? നമ്മുടെ മമ്മീനെ ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയി. അത് മോഷണം പോയതൊന്നല്ല, അതിന് ജീവൻ വെച്ചതാ. അത് ഞങ്ങളുടെ പുറകെ തന്നെ ഉണ്ട്. ഉറപ്പാണ് മോട്ട് എന്തോ പ്രശ്നം ഉണ്ടാക്കിയതാ. ഈ ശവപ്പെട്ടിയുടെ ബോക്സിൽ എഴുതിയിട്ടുണ്ട്, മമ്മിയുടെ ബ്രേസ്ലെറ്റ് ആരെങ്കിലും മോഷ്ടിക്കുവാണെങ്കിൽ മമ്മിക്ക് ജീവൻ വെക്കുമെന്ന്. ബ്രേസ്ലെറ്റ് കട്ടവനെ ശിക്ഷിക്കുകയും ചെയ്യുമെന്ന്. മോട്ടു, ആ ബ്രേസ്ലെറ്റിങ് താ. നീ മര്യാദക്ക് സത്യം പറ, അത് മോഷ്ടിച്ചതല്ലേ? ഞാൻ മോഷ്ടിച്ചിട്ടില്ല. ഇതെനിക്ക് മമ്മി തന്നതാണ്. ഇത് ഞാൻ തിരിച്ചു കൊടുക്കില്ല, ഒരിക്കലും കൊടുക്കില്ല. എന്റെ രോഗികളാണെങ്കിൽ സത്യം ഓടുന്നതാ നല്ലത്. ഓടിക്കോന്നല്ല, മോട്ടുവിന്റെ കയ്യിൽ നിന്ന് ബ്രേസ്ലെറ്റ് വാങ്ങി വേഗം തിരിച്ചു കൊടുക്ക്. ഇങ്ങോട്ട് താ. ഇല്ല ഇല്ല, ഇത് മമ്മി എനിക്ക് ഇഷ്ടത്തോടെ തന്നതാ. ഞാൻ മോഷ്ടിച്ചിട്ടില്ല, മോഷ്ടിച്ചിട്ടില്ല. വേഗം തിരിച്ചു കൊടുത്തോ, അല്ലെങ്കിൽ ഇന്നത് നമ്മളെല്ലാരും മമ്മിയാക്കും. നീ ഇനിയെങ്കിലും സന്തോഷിക്കും, നമ്മള് രക്ഷപ്പെട്ടില്ലേ മോട്ടു? അല്ലെങ്കിൽ ആ മമ്മി നമ്മളെ പപ്പടമാക്കിയേനെ. ഞാൻ മോഷ്ടിച്ചിട്ടില്ല, ഞാൻ കള്ളനല്ല. മമ്മി ഇവരോടൊന്ന് പറഞ്ഞു കൊടുക്ക്. നിങ്ങളാണ് എനിക്കിത് തന്നതെന്ന് പറ മമ്മി. എന്തിനാ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നേ? ഇതെന്റെ അഭിമാന പ്രശ്നമാണ്. ബല്ലെ, 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 ബല്ലെ. ഇതെന്താ മോട്ടു നീ ചെയ്ത്? അതിന് വീണ്ടും ജീവൻ വെച്ചില്ലേ? ഓടിക്കോ.